ഗുഡ് മോർണിംഗ്, നമസ്കാരം. വേൾഡ് ക്യാൻസറിന്റെ എല്ലാ കാര്യങ്ങളും ഇവർ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഡൗട്ടായിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്യാൻസറിന്റെ വേൾഡ് ക്യാൻസർ ഡേ എന്നുള്ള ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊണ്ടുവന്ന മോട്ടോ എല്ലാം സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ബേസിക്കലി ഒരു ക്യാൻസറിന്റെ ചികിത്സകൻ എന്നുള്ള നിലയിൽ ഒരു സർജൻ, ക്യാൻസർ സർജനാണ്. എൻ്റെ പേര് സലീം എന്നാണ്. മുൻസിലെ ഓങ്കോ ആൻഡ് റോബോട്ടിക് സർജറിയുടെ ലീഡ് സർജനാണ്. ക്യാൻസർ എന്നുള്ള ഒരു രോഗം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. കാരണം നമ്മുടെ അതിൻ്റെ ചികിത്സ കാലങ്ങളായിട്ട് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു എടുക്കുകയാണെങ്കിൽ 1950കളിലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രസ്റ്റും അതിൻ്റെ താഴെയുള്ള മസിൽസും കഴലകളെല്ലാം റിമൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ ട്രീറ്റ്മെൻറ്റ്. എന്നാൽ അതേ രോഗം, അതേ ക്യാൻസർ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനൊരുപാട് എന്താ പറയുക, ഹോർമോണൽ റിസപ്റ്ററിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് ചികിത്സിക്കണം, പേഴ്സണലായിട്ട് ചികിത്സിക്കണം. അതുപോലെ മുഴുവൻ ബ്രസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി എന്ന് കാലങ്ങൾ ഒരേ ക്യാൻസർ തന്നെ, പക്ഷെ പല ചികിത്സ കാലങ്ങളിലൂടെ നമുക്ക് പഠനങ്ങളിൽ മനസ്സിലാക്കി തന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതായത് ഒരു അസുഖത്തിന് പല ചികിത്സ, സർജറിയിലും മെഡിക്കലിലും കീമോതെറാപ്പിയിലും റേഡിയേഷനിലും അതിന്റെ ഡോസും ഒക്കെ ക്യാൻസറിന്റെ ഈ ബ്രസ്റ്റിൽ മാത്രമല്ല ഓരോന്നിനും ഇതുപോലെ വ്യത്യാസങ്ങളുള്ള ചികിത്സ വർഷങ്ങളോളം നമ്മൾ പഠനങ്ങൾ നടത്തുമ്പോൾ അതല്ല അതിനേക്കാൾ ശരിയായിട്ടുള്ള മറ്റൊരു ചികിത്സ ഇതാണ്, ഇതിനേക്കാൾ ശരിയായിട്ടുള്ള ചികിത്സ മറ്റൊന്നാണ്. രോഗം അത് തന്നെ, ക്യാൻസർ അത് തന്നെ, അവയവം അത് തന്നെ. അപ്പൊ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രോഗമാണ്, ശരിക്കും പറഞ്ഞാൽ വിഷമം വരുത്തുന്ന രോഗമാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. ഒരുപാട് ചികിത്സ ആവശ്യമുള്ള രോഗമാണ്. പണ്ട് കാലങ്ങളിൽ മുഴുവൻ അവയവം എടുക്കുക എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ അവയവം നിലനിർത്തുക എന്നുള്ളതാണ് ഏതൊരു ക്യാൻസർ ചികിത്സകന്റെയും അതിന്റെ ചികിത്സാ രീതി. പക്ഷെ അതിന് എല്ലാ അവയവത്തിലും അവയവം നിലനിർത്തുക എന്നുള്ളത് സാധിക്കില്ല. അതിന് ഇതുപോലത്തെ കൂട്ടായ്മകൾ, ഇതുപോലെ ചർച്ചകൾ, ഇതുപോലത്തെ പഠനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതും തുടക്കത്തിൽ കണ്ടെത്തുക, അതിനെ കറക്റ്റായിട്ട് ചികിത്സിച്ചാലും നമുക്ക് അവയവം നിലനിർത്തിയിട്ടുള്ള സർജറിയോ ട്രീറ്റ്മെന്റുകളോ സാധ്യമാവുള്ളൂ. അപ്പൊ അതിന് അവയർനെസ് ആവശ്യമാണ്. എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ചെറിയ മുഴകളോ അല്ലെങ്കിൽ നിപ്പിൾ ഡിസ്ചാർജ് അല്ലെങ്കിൽ ചെറിയ വ്രണങ്ങളോ ഒക്കെ കണ്ടു തുടങ്ങുമ്പോൾ, അതിപ്പോൾ ഓറൽ കാവിറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്ഥലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ആമാശയത്തിലായിക്കോട്ടെ മലദ്വാരത്തിലായിക്കോട്ടെ, അത് ചെറിയ രീതിയിൽ തുടങ്ങുമ്പോഴേ അത് കണ്ടുപിടിച്ചാലേ നമുക്ക് അവയവം പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മുഴുവൻ അവയവം എടുത്ത് ഒഴിവാക്കാതെ വളരെ ചെറിയ മുറിവുകളുണ്ട്. വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന ഓപ്പറേഷൻസ് ആയിരുന്നു പണ്ട് ക്യാൻസർ